നമ്മളെ പെരേക്ക് വന്ന ഇവരെന്താ വാതിൽപ്പടിയിൽ നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇവനാണ് ഗൈസ് നമ്മളെ വില്ലൻ. എനിക്കിതുവരെ മനസ്സിലാവാത്ത കാര്യമാണ് പല്ലിന് എന്തിനാ പെണ്ണുങ്ങൾക്ക് പേടിയെന്ന്. ഒന്ന് കേറി വാ, കേറി വാടി, നമ്മളെ പെറ്റാണ്, പെറ്റാണ്. എടാ അതിലെ പറയടാ നമ്മളെ പെറ്റാണെന്ന്. അങ്ങനെ വീരസാഹസിക കൃത്യത്തിലൂടെ പല്ലിനെ ഓവർക്കം ചെയ്ത് നമ്മളെ റൂമിലെത്തിയവർക്ക് ആദ്യം തന്നെ നമ്മൾ നാരങ്ങവളം കൊടുത്ത് സ്വീകരിച്ച് ആനയിച്ചു ഗൈസ്. ഇതുപോലെ പല്ലിപ്പേടിയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതിന് ശേഷം എല്ലാവരും വിളിച്ചിട്ട് ചെലവൊന്നും കൊടുത്തില്ലേ. ഇനി നിങ്ങൾക്കും വിഷമൊന്നും വേണ്ടട്ടോ, നിങ്ങളും പോരിന്നേ. ലൊക്കേഷൻ നമ്മൾ പിന്നെ ഇത് വെക്കാം. അങ്ങനെ കലാപരിപാടികളൊക്കെ നമ്മളെ വിശ്വമനോഹരമായ ടെറസിലേക്ക് മാറ്റി ഗൈസ്. അങ്ങനെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ മെയിൻ ഐറ്റമായ ബാർബിക്യൂ ചിക്കനിലേക്ക് തിരികെയാണ് ഗൈസ്. ബാർബിക്യൂ തന്തൂരിയൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയുണ്ടാവും ആദ്യം തന്നെ ചാർക്കോൾ കത്തിക്കിട്ടാനുള്ള ഇടങ്ങേറ്. അങ്ങനെ ഞമ്മന്റെ വണ്ടി പാരാനുള്ള പെട്രോൾ മൊത്തം ഒഴിച്ചൊഴിച്ച് അവസാനം കത്തിക്കിട്ടി. അങ്ങനെ കത്തിക്കിട്ടിയപ്പോഴത്തേക്കും ക്യാമറ ഓൺ ആക്കി മെയിൻ ആവാനും നമ്മൾ വന്ന് എന്ത് ചെയ്യാനാ ഗൈസ്, ഞമ്മക്കാകെ മെയിൻ ആവാനല്ലേ അറിയുള്ളൂ. അങ്ങനെ ക്ലൂസിൽ ചിക്കനൊക്കെ ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഇങ്ങനെ ഒന്നല്ല ഇടണ്ടേ, അത് കോലിൽ കുത്തിയിട്ടാണ് ഇടണ്ടേ എന്നുള്ളത്. അങ്ങനെ നമ്മളെ മെയിൻ ആക്കൽ മതിയാക്കിയിട്ട് ബാക്കി പണി അറിയുന്നവർക്ക് വേണ്ടി മാറി കൊടുത്ത്. അല്ലെങ്കിലും ഗൈസ് കോലിൽ കുത്താണ്ട് എങ്ങനെ ബാർബിക്യൂ ഉണ്ടാക്കാനാ. നിലത്ത് ഇങ്ങനെ അലാക്കിൽ കടത്തം കിടക്കുന്നുണ്ട് നമ്മൾ ഡെഡ് ആയി വിചാരിക്കേണ്ട ഗൈസ്, പോസ് ഇടുന്നതാണ്. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ ഗൈസ്, ഒരു കഴിവില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ ബാർബിക്യൂ എന്തോ കോലത്തിൽ അങ്ങ് വേവാൻ തുടങ്ങി. ഇനി ബാർബിക്യൂ ചിക്കൻ തിന്നണമെന്ന് പോതിയുള്ളവര് വന്നോളിയും പോന്നോളിയും തിന്നോളിയും. അങ്ങനെ വലിയ തമ്മിൽ ബാർബിക്യൂ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കാത്തതായിട്ട് മയക്കുട്ടം വന്നത്. മഴ പെയ്ത് മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. മയ മയ കുട കുട. മഴ പെയ്തപ്പോ ക്ഷമ പോയ സൗരവ് പിന്നെ ഒന്നും നോക്കില്ല, ഒന്നായിട്ട് കൂട്ടി ഒറ്റ തീയിടലായിരുന്നു. ചിക്കൻ ഉണ്ടോ സൗരവിന്റെ വിഷമം മനസ്സിലാവണേ, ഒന്നായിട്ട് അങ്ങ് കരിഞ്ഞും പോയി. കരിഞ്ഞ തിന്നാ ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ കരിഞ്ഞ ഭാഗമൊക്കെ വെട്ടിമാറ്റലാക്കി അടുത്ത പരിപാടി. ശാലിനിന്റെ ആണെങ്കിൽ പറയാൻ വേണ്ട, വേവാത്ത ചിക്കൻ തിന്നാൽ ഫുഡ് പോയിസൺ അടിക്കുന്നു പറഞ്ഞിട്ട് ഓരോ ബാർബിക്യൂ പീസിനെ കണ്ടം തുണ്ടം വെട്ടിച്ചേന്തി വെന്തോ നോക്കലായി ഓളെ പരിപാടി. ഇത്രയും കോലാലം ഇവിടെ നടക്കുമ്പോൾ പൊറാട്ടാണ് ഈസി എന്ന് പറഞ്ഞിട്ട് സൂര്യ പൊറാട്ട ചൂടാൻ തുടങ്ങി. സൂര്യയുടെ പൊറാട്ടയാണ്. പൊറാട്ട ഉണ്ടാക്കുമ്പോഴും കരഞ്ഞ എക്സ്പ്രഷൻ ഉണ്ടെന്ന് സൂര്യ നോക്കടാ. അങ്ങനെ ബാർബിക്യൂ ഒക്കെ വേറെ എന്തൊക്കെ ആയപ്പോ എല്ലാരും പറഞ്ഞു അതിനോട് വേറെ എന്തെങ്കിലും ഒരു ഗ്രേവി ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ പെരയിലുണ്ടായ പൈൻ പച്ചക്കറിക്ക് പാടെ കൂട്ടിയിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കി. നമ്മളെ പ്ലാനൊക്കെ ഓളായപ്പോ എന്റെ അടുത്ത പരിപാടി എന്നുള്ളത് ആരാണ്ടാക്കുന്നതിൽ പോയി കൈയിട്ട് വാരി ടേസ്റ്റ് പെണ്ണാളെ നീ വന്നാലേ എന്തോ ചെയ്യാനാ. എന്റെ പാട്ട് കേട്ടിട്ട് സൗരവ് ഡാൻസോട് ഡാൻസ്. പെരയിലെ പാത്രം ചെയ്യാത്തോണ്ട് പാത്രമായിട്ട് വരുന്ന പൂജനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഗൈസ്. അതിന്റെ അടുക്ക് വെള്ളം നന്നായിട്ട് മറിഞ്ഞിട്ട് വീണിട്ട് അടുക്കള മൊത്തം പോയക്കളായി. പിന്നെ ഒന്നും നോക്കില്ല, തൂക്കൽ വിദഗ്ധനായ ഞാൻ തൂക്കാൻ ഇറങ്ങി. ആർക്കെങ്കിലും പഠിക്കാരനില്ലെങ്കിൽ വിളിച്ചാൽ മതി ഗൈസ്. അങ്ങനെ കജ്ജും കാലം കഴിക്കിട്ട് നമ്മൾ അടുത്ത പരിപാടിയായ പൊറാട്ട അടിയിലേക്ക് നീങ്ങി. വലിയ കുളൂസിൽ ഞാൻ വലിയൊരു പൊറാട്ട അടിക്കാരനാന്നൊക്കെ പറഞ്ഞ് വലിയ ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോ അവസാനം പൊറാട്ടന്റെ അവസ്ഥ തീർന്നു കൈ. എന്ത് ചെയ്യാനാ, വല്ലാത്ത ബർക്കത്ത് തന്നെ എന്റെ കൈക്ക്. ഇനി അവിടെ നിന്നാ തല്ലുകൊള്ളൂന്ന് മനസ്സിലായത് ഒരു 8 താങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ ബാർബിക്യൂ ഉണ്ടാക്കാൻ തുടങ്ങിയ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചില്ലി ചിക്കനിലാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ വെറൈറ്റി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ബാർബിക്യൂ ചില്ലി ചിക്കൻ, ഓ കേൾക്കുമ്പോൾ തന്നെ എന്ത് രസം. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാല് ബ്രോ ലുക്ക് അറ്റ് ദ ഐസ് ഓഫ് ദ കാച്ച് ഓഫ് ദ ഇന്ത്യൻ. ഓ അങ്ങനെ മൂഞ്ചി പോയ ചിക്കന് പകരം ചില്ലി ചിക്കൻ ആയപ്പോ തൃശ്ശും പൂജയും പാട്ടും തുടങ്ങി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും അറിയാത്തവർക്ക് പാടാൻ പറ്റിയ സാധനമാണ് ഗിറ്റാറും വയലിനും ഒക്കെ. എവിടെ തൊട്ടാലും എന്തെങ്കിലും കൊച്ചുണ്ടാവുന്നേ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പിടിച്ചാൽ മതി. അങ്ങനെ പാട്ടും മൈത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിശക്കണു എന്ന് പറയാൻ തുടങ്ങി. ഗൈസ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ലേനിട്ടോ, സംഭവം കൊള്ളാം. അല്ലെങ്കിലും ബാർബിക്യൂ ചില്ലി ചിക്കനൊക്കെ നിങ്ങൾ എപ്പോഴും കഴിച്ചിട്ടുണ്ടോന്ന്. നീ കഴിച്ചില്ലല്ലോ ഇങ്ങോട്ട് ജാർഖണ്ഡിക്ക് പോരിട്ടോ. നിങ്ങൾ ഫോളോവേഴ്സ് എപ്പോ വന്നാലും ഉണ്ടാക്കി തരുന്നതാണ്. ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കാർഡ്സ് കളിക്കാൻ തുടങ്ങി. ഇനി ഇത് കണ്ടിട്ട് അമ്മമാര് വീഡിയോ കോളായി പോയിട്ട് മൊയ്മേന്റെ ചെക്കൻ അവിടെ ചൂതാട്ടം തുടങ്ങി എന്ന് പറയാൻ നിൽക്കണ്ടട്ടോ. നമ്മള് ഹലാലിന്റെ കളികൾ മാത്രമേ കളിക്കാറുള്ളൂ. പിന്നെ അതിന്റെ കൂടെ ഒരു കട്ടൻ ചായ ആണ് കേട്ടോ. ഇനി വേറൊന്നും പറയില്ലേ, അല്ലെങ്കിലേ പെണ്ണ് കിട്ടില്ലാതെ. ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാല്